ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ സ്മോൾ ചാനൽ. ഇന്ന് ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് വെറുതെ ഇരിക്കുമല്ലോ. ഞങ്ങൾ മാർട്ടിൻ ഫാം എന്ന് പറയുന്നൊരു ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻ്ററിൽ കൂടാണ് രണ്ട് കിടുക്കമ്മണിലൂടെ കയറി പോകുന്നത്. അങ്ങനെ ഞങ്ങളവിടെ കയറിപ്പോയി. അവിടെ ഫ്രണ്ടിൽ ഒരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ജീവൻകുട്ടി ആദ്യം ഒന്ന് സംസാരിച്ചു, പിന്നെ തിരിച്ചു പോയി. വീണ്ടും പുള്ളിക്കാരന് പറഞ്ഞത് മതിയാവാഞ്ഞ് തിരിഞ്ഞു വന്ന് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു പുള്ളിയുടെ ഭാഷയിൽ. എന്നിട്ട് പുള്ളി തിരിച്ചങ്ങോട്ട് പോയി. ഇതാണ് എൻട്രൻസ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇന്ന് സൺഡേ ഫുള്ള് ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമുകളിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സാധാരണ പാർക്കുകളിലേക്ക് മാത്രമേ പോകുള്ളൂ. ഇങ്ങനെ ആനിമൽസിനെ കാണാനായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ ഒരു താറാവിനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് രണ്ടുപേരും കാണിക്കുന്നത്. അപ്പം അത് കണ്ടതും ജീവൻ കൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് പോവാം. രണ്ടുപേരുടെ ഫോട്ടോസ് നല്ല രീതിയിൽ രണ്ടുപേരുടെ മുഖമൊന്നും തെളിഞ്ഞ് കിട്ടില്ല, ഓട്ടമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ രണ്ടുപേരുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നങ്ങ് പോവാം. ഞാൻ ബാക്കിൽ കൂടെ ക്യാമറ പിടിച്ചുകൊണ്ട് വരാനേ പറ്റത്തുള്ളൂ. കാരണം ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവും. അപ്പോഴാണ് താറാവിനെ കണ്ട് രണ്ടുപേരും താറാവിനെ ഹായ് കൊടുത്തു. അതിനെ പിടിക്കാനുള്ളൊരു ഓട്ടത്തിലേക്കാണ് രണ്ടുപേരും നടക്കുന്നത്. അപ്പോൾ അതിനെ കിട്ടുന്നില്ല, കയ്യിൽ കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിൽ ജീവൻ കുട്ടനാണ് വിളിച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ നിൽക്കണം അവിടെ എന്ന് പറഞ്ഞ് പുറയിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവിടെ എല്ലാം ഞങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങാൻ കണ്ട്. ഏറ്റവും കൂടുതൽ താറാവ് നല്ല വെറൈറ്റിയാണ് കാണാൻ. എല്ലാം നല്ല തട്ടുമുണ്ടും താറാവുകളാണ്. അതിൻ്റെ രണ്ടുപേരും വെച്ച് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ആ ഒരു വൈറ്റ് താറാവിനെയാണ് ജീവൻ്റെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതാണ് എപ്പോഴും ചോടി പോകുന്നത്. പിച്ചാത്തിന് ജീവൻ തിരിച്ചും വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് വേറൊരു സ്ഥലത്തേക്ക് ജീവജൻ അടുത്ത സ്ഥലങ്ങൾ ഒഴിച്ച് അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ചെറിയ ചെറിയ വീടുകൾ പോലെ വെച്ചേക്കുന്നതിനകത്ത് കുറേ ആനിമൽസ് ഉണ്ട്. അവിടെ മുയലുണ്ട്, പിന്നെ ഗിനിപ്പന്നിയുണ്ട്, പിന്നെ ഇഗ്വാനയുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഹെഡ് ജോഗ് ഉണ്ടായിരുന്നു. ഹെഡ് ജോഗിനെയൊക്കെ നേരിട്ട് ആദ്യമായിട്ട് ജീവൻകുട്ടന് അവർ രണ്ടും കാണുന്നത് ഇപ്പോഴാണ്. ജീവനെക്കാട്ടിലും ജൂജൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഹെഡ് ജോഗിൻ്റെ ഒന്നും വീഡിയോസ് എടുത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം രണ്ടുപേരും നോക്കുന്ന ആ ഒരു ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ വീഡിയോസ് എടുത്ത് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കോഴിയെ ഫോക്കസ് ചെയ്ത് കാണുന്നതിൻ്റെ ഒരു ഇത് ഞാൻ ഒരു രസം കണ്ടുകൊണ്ട് എടുത്തതാണ്. രണ്ടുപേരും കോഴിയെ, അതിനകത്ത് 2-3 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ രണ്ടുപേരും എന്താണ് ചെയ്യേണ്ടത്, അതിനെ പിടിക്കാൻ കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു. പക്ഷേ എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഇവിടെ ഗിനിപ്പന്നിനെ കണ്ട ഭയങ്കര വെറൈറ്റി. അപ്പോഴത്തേക്ക് റാബിറ്റിനെ കണ്ടു. അതിൻ്റെ പുറയിലായി രണ്ടുപേർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്. ഞാൻ അതുകൊണ്ട് പുറയിൽ ഓടി ഞാനൊരു വരുവായി. അങ്ങനെ രണ്ടുപേരും കൂടി മുയലിനെ കണ്ടപ്പോൾ തന്നെ അതിലെന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കുവാണ്. ജീവൻ കൊണ്ട് ഭയങ്കര ഒരു അതിശയമായി. ജൂജനും നല്ല അതിശയമായിട്ട് ഇങ്ങനെ നോക്കുവാണ് എന്താണ് അതിനകത്ത് കാണിക്കുന്നത്. പോയി എന്ന് പറയുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴത്തേക്ക് പോയി എന്ന് പറയുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം വളരെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അവിടെ എൻട്രി ചെയ്യുന്നതിന് ഫീസൊന്നുമില്ല. പക്ഷേ നമ്മളവിടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പുറത്തേക്ക് എഴുതുമ്പോൾ പെർ ഹെഡിന് ഒരു 200 വെച്ച് നമ്മൾ കൊടുക്കണം. പക്ഷേ നല്ല രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും കാണിച്ചൊക്കെ തരും. നമുക്ക് നല്ല എൻജോയ് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ബാംഗ്ലൂർ നിൽക്കുന്നവർക്ക്, കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ചെയ്യുന്നൊരു സ്ഥലമാണ്. കാരണം കുറേ ആനിമൽസിനെ കാണാം. പിന്നെ അവിടെ നല്ല സേഫ്റ്റിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഒരു ദിവസം ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുണ്ട്. ഒരുപാട് റഷും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. കാരണം അവിടെ വലിയ റഷായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ഫാമിലി, 1-2 ഫാമിലി ഉണ്ടായിരുന്നു. ആ ഒരു ഫാമിലി ഞങ്ങൾ ചെന്നപ്പോൾ അവർ കഴിഞ്ഞിട്ട് പോരുന്നു. പിന്നെ 3 മണിക്കായിരുന്നു അതിനെല്ലാം കൊണ്ടുവന്നത് കാണിക്കാൻ ഒരാൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് 3 മണിക്കാണ് പിന്നെ ഉണ്ടായിരുന്നത്. രാവിലെ 11 മണിക്കത്തെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പിന്നെ 3 മണിക്കാണ് നെക്സ്റ്റ് അവിടെ കൊണ്ടുവന്ന് കാണിക്കാനുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ആമേനെ കണ്ടപ്പോൾ ടർട്ടിലിരിക്കുന്ന പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചിട്ട് 5 ആമ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് അതിൽ 4 വെള്ളത്തിൽ ചാടി, ഒരെണ്ണത്തെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ നേരെ അപ്പോൾ അവിടെ കുതിരക്കുട്ടന്മാരെ കണ്ട്. ഒരു കുതിരയും ഒരു കഴുതയും പിന്നെ അതിനകത്ത് 2-3 ആടുകളുമാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞു കുതിരയാണ്. അപ്പം അതിനെ കണ്ടപ്പം അങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ചെന്നപ്പോൾ കുതിരയുടെ മൂക്കിനകത്തും വായിക്കകത്തൊക്കെ ഇടാൻ ശ്രമിച്ച ജീവൻ. അപ്പോഴാണ് അവിടെ പിന്നെ പാർക്കുണ്ട്, ചെറിയ പാർക്ക്, അത്ര വലിയ പാർക്കൊന്നുമില്ല, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ പാർക്കുണ്ട്. അപ്പോൾ അതിലേക്കൂടെ കയറി ജീവനും അതിലെല്ലാം കയറണമെന്നാണ് വഴക്കുണ്ടാക്കി. പക്ഷെ ജീവൻ എല്ലാത്തിലും കയറാൻ പറ്റിയ ഒരു ഏജ് അല്ലാത്തതുകൊണ്ട്
എന്നാലും ഞാനും കയറും, എന്നാൽ ഞാനും ഒന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ആൾ കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ സ്ലിപ്പാവാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് കയറിയില്ല. അങ്ങനെ നേരെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നേരെ റെസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞൊരു ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടി രണ്ടുപേരും വന്നപ്പോഴത്തേക്ക് ജൂജൻ്റെ നല്ല കഥകൾ കേട്ടോണ്ടിരിക്കുക. ജൂജനോരോ കഥകൾ പറയുവാണ്. അവിടെ നേരെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഫാമിലെത്തി. 3 മണിക്കായിരുന്നു ഫീഡിങ്ങിൻ്റെ ടൈം ആയപ്പോൾ തുറന്നു കൊടുത്തപ്പോഴത്തേക്ക് ജീവൻ എല്ലാത്തിനും തുറന്നു വിട്ട് വെളിയിലേക്ക് വിളിക്കുക, വാ 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 പുറത്തേക്ക് വരും, ഞാനിവിടെ ഉണ്ടെന്നുള്ള രീതി. അപ്പോഴത്തേക്ക് പുള്ളി ആ താറാവിനെ തൊടാനുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷെ താറാവിനെ തൊടാൻ ചെല്ലുമ്പോൾ താറാവ് തല മാറ്റിക്കുമ്പോൾ ആൾക്ക് പേടിയാവുന്നുണ്ട്. അപ്പം ആൾ പുറമോട്ട് പോകും. പക്ഷേ എന്നാലും ആൾക്ക് വലിയ പേടിയായിട്ടൊന്നും ആൾ കാണിക്കാതെ വീണ്ടും താറാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ താറാവിനെ തൊടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താറാവ് തിരിഞ്ഞോടി കൊത്താൻ വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് താറാവ് രണ്ടിനെയും കൂടെ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ആൾ. അപ്പോൾ അത് പോകുമ്പോൾ ആൾക്ക് വിഷമം വരും, ആൾക്ക് പിടിക്കാൻ പറ്റാത്തതിന് ദേഷ്യവും വരുന്നു, സങ്കടവും കൂടെ എല്ലാം കൂടെ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ പോയി എന്നുള്ള സൗണ്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോഴും നേരെ ചെന്നപ്പോൾ അവിടെ പൂവൻ കോഴി ഇരിക്കുന്നു. അപ്പോഴത്തെ പിന്നെ പുള്ളി നേരെ അതിലേക്ക് ചെന്ന് കൂവാൻ തുടങ്ങി. എത്തി കിടന്ന് നോക്കി കൂവാൻ തുടങ്ങി. കൂവിട്ട് കോഴി അടുത്തേക്ക് വരുന്നില്ല. അപ്പോഴത്തേക്ക് കോഴി കൂന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറയാം, അയാളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ എത്തിക്കിടന്ന് അതിലേക്ക് കയറാൻ നോക്കുവാണ്. അകത്തേക്ക് കോഴിയുടെ അതിനകത്തോട്ട് കയറാൻ പറ്റില്ല, നല്ല ചെളിയൊക്കെയാണ്. അവിടെ നേരെ പുള്ളി വീണ്ടും ഫ്രണ്ടിലേക്ക് വന്നു. ഫ്രണ്ടിൽ എന്തൊക്കെയോ ഫ്രണ്ട് ഡെസ്കിലിരിക്കുന്ന പുള്ളിക്കാരി അടുത്തുനിന്ന് കുറേ തമാശകളൊക്കെ കാണിച്ച് പുള്ളിക്കാരിയെ മയക്കുക. എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ അറിയാൻ വീണ്ടും തിരിച്ച് ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം മമ്മൂട്ടിനെയൊക്കെ ഒന്ന് അഭിനയിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീണ്ടും പോയി. അപ്പോഴാണ് ഫീഡിങ്ങിൻ്റെ സമയം. ഒരു 3 മണിയായപ്പോൾ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. നല്ലപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നൊരു പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ താറാവിനെ ഫീഡ് ചെയ്യുന്നിടത്തിട്ട് പോയി. അപ്പോൾ അതിന് കുറേ ഇങ്ങനെ കയ്യിൽ പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ ആ താറാവിനെ കുറിച്ചൊക്കെ പിന്നെ കുറേ അത് ജൂജൻ ഭയങ്കര ഹാപ്പി. അതിന് ആ ഫുഡ് കൊടുക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ജൂജൻ. അപ്പോൾ കയ്യിലിങ്ങനെ കൊത്തുമ്പോൾ ഇങ്ങനെ കടിക്കുന്ന കൂട്ട് തോന്നും. ജീവൻ കുറച്ച് മാറി നിന്നത് ആൾക്ക് കയ്യിൽ കൊടുക്കുമ്പോൾ അത് കയറി പിടിക്കില്ല, കുഞ്ഞി കൈകളല്ലേ, പേടിച്ചിട്ട് ഞാനും കൊടുത്തു. പക്ഷെ ജീവൻ ദൂരെ മാറി നിൽക്കുക. പക്ഷെ കുറേ വാരിയൊക്കെ ഇട്ട് കൊടുത്തു, കയ്യിൽ കൊടുത്തില്ല, കയ്യിൽ കൊടുക്കാൻ ആൾക്ക് പേടിയായി. അപ്പോൾ ആൾ ദൂരേക്ക് മാറി നിൽക്കുകയാണ്. പക്ഷെ താറാവ് അടുത്തടുത്ത് വരുന്ന നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള താറാവാണ്ട് അടുത്തടുത്തോട്ട് വരുമ്പോൾ ആൾ ദൂരേക്ക് ഓടി പോവാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ജൂജനാണെങ്കിൽ കണ്ടിട്ട് മതിയാൽ അടുത്ത് പോരുന്ന് കാണും. അങ്ങനെ ഞങ്ങളത് ആ ഗിനിപ്പഗ്ഗിനെ ഒന്ന് തൊട്ടു. അതിനെ തൊട്ട് കഴിയുമ്പോൾ ജീവനെ ഒന്ന് പിടിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് പേടിയല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ടു. പിന്നെ മുയലിനെ തൊട്ട് അങ്ങനെ 18 വർഷം പഴക്കമുള്ളൊരു പുറ്റാണ്. പിന്നെ അവിടെ ഞങ്ങൾ നേരെ ടർക്കിയെ കണ്ടു. ടർക്കി നല്ല സൗണ്ടുള്ള. പിന്നെ അത് കൊടുക്കാൻ പോവാണ്. അവിടെ നേരെ കുറേ ഇലകളൊക്കെ പറിച്ച് പുള്ളി അങ്ങനെയൊക്കെയോ കൗന് കൊടുത്തു. കൗ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൗനെയാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് കുറേ നേരം കൗവിൻ്റെ അടുത്ത് നിന്നു. അവിടെ നിന്ന് കൗനൊരു വലിയ വടിയൊക്കെ എടുത്തിട്ട് അപ്പോഴാണ് നോക്കിയപ്പോൾ തൊട്ടാവാടിയുണ്ട്. തൊട്ടാവാടി ജസ്റ്റ് ഒന്ന് തൊട്ടതുള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ആക്ഷൻ ഇട്ട് കഴിഞ്ഞ് മുള്ളു കൊണ്ടെന്നുള്ള വീണ്ടും വന്നിട്ട് തൊടും. വീണ്ടും തൊട്ട് മുള്ളു കൊണ്ടെന്ന് വീണ്ടും പറയും. അപ്പോഴാണ് അവിടെ വലിയ കല്ല് കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു 4 മണിയായപ്പോഴത്തേക്കും ഒരു ജീവൻ കൂട്ടം ഉറങ്ങിയും പോയി. അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞു ചാനൽ, ചെറിയ രീതിയിലുള്ള ഈ കുഞ്ഞു ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. വീണ്ടും കാണാം. ബൈ.